വേദം കേട്ട ശൂദ്രൻ്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണം. പക്ഷേ അതിനു മുമ്പ് ഉള്ളിൽപ്പെട്ട വാക്കുകളെ എന്തു ചെയ്യണം? വാക്ക് അസാമാന്യ ശക്തിയുള്ള രണ്ടക്ഷരങ്ങൾ, മുറിക്കാനും മുറിവിന് ലേപമാകാനും പോന്ന ഇരട്ട ഗുണമുള്ള ആയുധം. പ്രപഞ്ചത്തിലെ ആകർഷണ നിയമത്തെ അപ്പാടെ ആവാഹിച്ചവയിലൊന്ന് വാക്കാണെന്ന് തോന്നുന്നു. കൂടെയുണ്ടാകുമെന്ന ഒറ്റ വാക്കിൽ ഭൂമിയിലെ നാടകം അവസാനിപ്പിക്കാതെ അഭിനയം തുടരുന്ന എത്രയെത്ര കഥാപാത്രങ്ങളുണ്ട്. വാക്കുകൾ കാലഹരണപ്പെടുമ്പോഴാണവർ കളം വിട്ടുപോകുന്നത്. വാക്കും പൊരുളും തമ്മിൽ ഒരു കരാർ. ആ ഉടമ്പടി പാലിക്കാത്ത വാക്കുകളൊക്കെ വെറും പാഴ് ശബ്ദങ്ങൾ മാത്രമെന്ന് തിരിച്ചറിയണം. തൊണ്ടയിൽ കുഴിച്ചിടപ്പെട്ട എത്രയോ വാക്കുകളുണ്ട്. ഉള്ളിലങ്ങനെ പുളിച്ചു തികട്ടി നമ്മളെ കെടുത്തിക്കളയാൻ പോന്ന ചാപിള്ളയായ വാക്കുകൾ. കുഴിച്ചിടപ്പെട്ട വാക്കുകൾക്ക് ജീവൻ വയ്ക്കണ്ടേ? മരിച്ചിട്ട് മാത്രമല്ലല്ലോ കുഴിച്ചിടുന്നത് മുളയ്ക്കാൻ കൂടിയല്ലേ? വാക്കും പൊരുളും വഴിപിരിഞ്ഞുകൂടാ എന്ന നീതിയുടെ കരാറിൽ മാത്രമേ കുഴിച്ചിടപ്പെട്ട വാക്കുകൾക്ക് മുള പൊട്ടൂ. പറയാനേറെ കൊതിച്ചിട്ടും പറയാനാകാതെ തൊണ്ടയിൽ കുരുങ്ങിക്കിടന്ന വാക്കുകൾ എത്രയോ സ്വപ്നങ്ങളുടെ ഘാതകരായിട്ടുണ്ടാവാം അല്ലേ? ശൂദ്രൻ കേട്ട വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ മന്ത്രങ്ങളാവും എന്ന ഭയമാണ് ഈയം കൊണ്ടടയ്ക്കാൻ ശ്രമിച്ചത്. വാക്കുകൾ മന്ത്രങ്ങളാവണം. അതിന് പൊരുളുമായി സന്ധി ചേരണം. ഒരു വാക്ക് അതുമതി നിന്നെ ഒന്ന് തളിരാക്കാൻ. ഒരു വാക്ക് അതുമതി നിന്നെ അടപടലം ചുട്ടരിക്കാൻ. വാക്കുകൾ മന്ത്രങ്ങളാവട്ടെ.